നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാൽ നൂറ്റാണ്ടിനിടയിൽ തായ്വാനിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ചൈനയിലെ കിങ്ഹോയ് പ്രവിശ്യയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. 38.39 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിലും 90.93 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുമാണ് ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം. ഇതുവരെ ആളപായത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ചൈനയുടെ അയൽരാജ്യമായ തായ്വാനിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സംഭവിച്ചു ഒരു ദിവസം പിന്നിടുന്നപ്പോഴാണ് ചൈനയിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തായ്വാനിലെ ഭൂകമ്പത്തിൽ 9 പേരാണ് മരിച്ചത്. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും ചിലർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തലസ്ഥാനം തായ്പേയ് സിറ്റിയിലാണ് ഈ ഒരു ഭൂചലനം കൂടുതലും അതിന്റെ ദുരന്ത വ്യാപ്തി കൂടുതലും ഉണ്ടായത് അവിടെയാണ്. ജപ്പാന്റെ ചിലയിടങ്ങളിലും ഭൂചലനം ഉണ്ടായി. തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പ് മുന്നിലുണ്ട്. ആയിരക്കണക്കിന് വീടുകളിലാണ് വൈദ്യുതി വിതരണം നിലച്ചത്. മണ്ണിടിച്ചിൽ ഭീതിയിൽ ഹൈവേകൾ അടച്ചിട്ടു. ഭൂകമ്പ ദൃശ്യങ്ങൾ മെട്രോ പാലം ഉൾപ്പെടെ കുലുങ്ങുന്നതും കെട്ടിടങ്ങൾ തകരുന്നതും അടക്കം കാണാൻ സാധിക്കുന്നുണ്ട്. ഹൗലിയൻ സിറ്റിയിൽ നിന്ന് 18 കിലോമീറ്റർ തെക്ക് 34.8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ ഉറവിടം. വിദ്യാലയങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. തായ്വാനിൽ വരും മണിക്കൂറുകളിൽ തുടർ ചലനം ഉണ്ടായേക്കാം എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1999-ൽ 2400 പേരുടെ മരണത്തിനിടയാക്കിയ 7.6 തീവ്രതയുള്ള ഭൂചലനത്തിന് ശേഷം ഇത്ര ശക്തമായ പ്രകമ്പനം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. ഇതോടെ തായ്പേയ് സിറ്റിയിൽ പൊടിപടലം നിറഞ്ഞു. 7.4 തീവ്രതയുള്ള ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻസിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ കുറെ പേർ മരിച്ചു. അതിൽ കുറച്ചു പേർ മരിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്നെന്നാണ് വിവരം. മല കയറാൻ പോയ 3 പേർ തെറിച്ചുവന്ന പാറക്കല്ലുകൾ ഇടിച്ചു മരിച്ചു. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവറും ഇതുവഴി പോകുകയായിരുന്ന ട്രക്ക് ഡ്രൈവറും മരിച്ചു. വാഹനത്തിന് മുകളിലേക്ക് മണ്ണും പാറക്കല്ലും ഇടിഞ്ഞു വീണാണ് ട്രക്ക് ഡ്രൈവർ മരിച്ചത്. റോഡുകളുണ്ടായ തടസ്സം ബുൾഡോസർ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തുണ്ട്. എന്തായാലും ഈ തായ്വാനിലുണ്ടായ ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ ജപ്പാന് സുനാമി മുന്നറിയിപ്പുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയിലും ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.